നമസ്കാരം. റഷ്യയും ചൈനയും ഒന്നിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഡൊണാൾഡ് ട്രംപ് വിറച്ചു പോകുന്നത് അവിടെയാണ്. അമേരിക്കയെ തകർത്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന തലത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തികൾ ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അമേരിക്ക കരുത്ത് കാട്ടുവാനായിട്ട് അമിത ആവേശത്തോടുകൂടി അമിത ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചേരി രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ചിറക് വിടർത്തുന്ന കിഴക്കൻ ശക്തികളുണ്ട്, ഉദിച്ചുയരുന്ന പുതിയ ശക്തികളുണ്ട്. അമേരിക്കൻ കരുത്തിന് വെല്ലുവിളിയായിട്ട് മാറുന്ന റഷ്യയുടെ യുദ്ധപരിചയവും ചൈനയുടെ ടെക്നോളജിയും തരുന്ന ഒരു വലിയ തന്ത്രമുണ്ട്. അത്തരത്തിലൊരു തന്ത്രത്തിലേക്കാണ് റഷ്യയും ചൈനയും ഒന്നിച്ചു മുന്നേറുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിറങ്ങലിച്ചു പോകുന്നത്. അമേരിക്കയെ തകർക്കാൻ പാകത്തിന് വ്ളാഡിമിർ പുടിനും ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങും ചേർന്ന് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ലോകത്തെ വരെ ഞെട്ടിച്ചു പോകുന്നതാണ്. അങ്ങനെ രണ്ട് യുദ്ധശക്തികൾ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ പ്രതിസന്ധി, അതായത് റഷ്യയുടെ യുദ്ധപരിചയമുണ്ട്, ചൈനയുടെ ടെക്നോളജി എന്ന് പറയപ്പെടുന്ന സാങ്കേതിക മികവ് എന്ന് പറയപ്പെടുന്നത് ലോകത്തിന് തന്നെ അറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അമേരിക്കയെ പോലെ രാജ്യത്തിനെതിരെ തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി അമേരിക്ക എന്ന് പറയപ്പെടുന്ന ഒരു ശക്തി ഉണ്ടാകില്ല, ട്രംപ് എന്ന് പറയപ്പെടുന്ന ഒരു നേതാവ് ഉണ്ടാവില്ല. 2020 ശേഷമുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ആഗോള വ്യാമശക്തിയുടെ സമവാക്യങ്ങൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത് റഷ്യയും ചൈനയും എത്രത്തോളം വേഗത്തിൽ സൈനിക ശേഷി വികസിപ്പിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ആ വ്യാമശക്തിയുടെ സമവാക്യങ്ങൾ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത്. റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുതിയ വിലയിരുത്തൽ റിപ്പോർട്ട് പ്രകാരം പാശ്ചാത്യ ലോകം ദീർഘകാലമായിട്ട് അവകാശപ്പെട്ടിരുന്ന വ്യാമാധിപത്യം അല്ലെങ്കിൽ വ്യാമ മേധാവിത്വം എന്ന് പറയപ്പെടുന്നത് ഇനിയൊരു തർക്കാതീതമല്ല എന്ന് തുറന്നുകാട്ടുക, അത്തരത്തിൽ തുറന്നു കാട്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളത്. അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സൈനിക ശക്തിയായിരുന്നാലും യൂറോപ്യൻ മേഖലയിലും ഇൻഡോ പസഫിക് മേഖലയിലും അതിന്റെ സജീവ ഇടപെടലുകൾ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. അപ്പോൾ ആ ശൂന്യത നികത്തുന്ന ശക്തികളായിട്ട് ആര് മാറുന്നു? റഷ്യയും ചൈനയും ഉയർന്നു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റഷ്യയുടെ കരുത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അതിന്റെ വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. പാശ്ചാത്യ മേഖലയിൽ നിന്നുള്ള വിലയിരുത്തലുകൾ അടക്കം അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്നാൽ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിത്രം അവതരിപ്പിക്കുകയാണ്. 2022 മുതൽ യുക്രൈനിൽ നടന്ന തീവ്രമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾക്കിടയിൽ ആ ആക്രമണങ്ങൾക്കിടയിൽ നിന്ന് റഷ്യക്ക് വിമാന നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവയേക്കാൾ കൂടുതലായിട്ട് പുതിയ വിമാനങ്ങൾ സേവനത്തിൽ ഉൾപ്പെടുത്തുവാൻ മോസ്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. SEC-34 പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ആക്രമണ വിമാനങ്ങളുടെ ഉൽപാദനം യുദ്ധകാലത്ത് നഷ്ടപ്പെട്ടവയേക്കാൾ ഉയർന്ന തോതിൽ തുടരുകയാണ് റഷ്യ. അതോടെ റഷ്യൻ വ്യോമസേനയുടെ മൊത്തത്തിലുള്ള യുദ്ധശേഷി എന്ന് പറയപ്പെടുന്നത് കുറയുകയല്ല, മറിച്ചത് കൂടുതൽ സുസജ്ജവും പ്രവർത്തനക്ഷമവുമായിട്ട് രൂപത്തിലേക്ക് മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യം യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ത് കോപ്പ് കൂട്ടിയാലും നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളേറെ മെച്ചപ്പെട്ടു വരുന്ന രീതിയിലേക്ക് ഒരു രാജ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആയുധശേഷി, യുദ്ധശേഷി എന്ന് പറയപ്പെടുന്ന അവിടെ കുറയുകയല്ല, മറിച്ചത് അവർ സുസജ്ജമാവുകയാണ്, അവരുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലും പ്രധാനമാണ് മനുഷ്യ വിഭവശേഷിയിലെ പുരോഗതി എന്ന് പറയുന്നത്. വിമാനം നഷ്ടപ്പെടുന്നത് പകരം വയ്ക്കാൻ കഴിയുമെങ്കിലും പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റുമാരെ വളർത്തിയെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഉക്രൈനിലെ ഈ നീണ്ടു നിൽക്കുന്ന യുദ്ധം റഷ്യൻ പൈലറ്റുകൾക്ക് അപൂർവമായിട്ടുള്ള യുദ്ധപരിചയം സമ്മാനിച്ചിരിക്കുന്നു. ശക്തമായിട്ടുള്ള സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ശത്രുവിന്റെ വ്യോമസേനയ്ക്കുമെതിരെ സ്ഥിരമായിട്ട് പ്രവർത്തിച്ച അനുഭവം റഷ്യൻ എയർ ക്രൂകളെ കൂടുതൽ പ്രൊഫഷണലും യാഥാർത്ഥ്യ ബോധമുള്ളതുമായിട്ട് സേനയാക്കി മാറ്റിയിരിക്കുകയാണ്. വ്യോമസേനയും ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങളും തമ്മിലുള്ള ഏകോപനം അടുത്ത കാലത്തായിട്ട് ഗണ്യമായി മെച്ചപ്പെട്ടതായിട്ട് ഉക്രൈനിയൻ സ്രോതസ്സുകൾ തന്നെ സമ്മതിക്കുകയാണ്. കാരണം യുക്രൈനിൽ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ തിരിച്ചറിയാത്ത വണ്ണം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ പോലൊരു രാജ്യത്തെ എന്നുള്ളതാണ്. അതാണ് റഷ്യയുടെ പ്രത്യേകത എന്നുള്ളത്. അവിടെയാണ് ചൈനയുടെ കഥ ഇതിലും വ്യാപകവും ദീർഘവീക്ഷണമുള്ളതുമാണ്. അതും ഇതുപോലെ 2020 മുതൽ ബെയ്ജിംഗ് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് നൽകിയ മുൻഗണന എന്ന് പറയപ്പെടുന്നത് ഇന്ന് ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 5ാം തലമുറ ഇവിടെ J-20
യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനം പ്രതിവർഷം പല മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന സ്റ്റെൽത്തി വ്യോമ യുദ്ധത്തിൽ വ്യക്തമായിട്ടുള്ള മുൻതൂക്കം നേടുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എണ്ണത്തിൽ പരിമിതമായിരുന്ന ഈ J-20 ഫ്ലീറ്റ് ഇന്ന് നൂറുകളിലേക്ക് വളർന്നിട്ടുണ്ട്. 2030 1000-ന് സമീപം ഇത്തരം വിമാനങ്ങൾ സേവനത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രവചനം അതിരൂക്ഷമല്ല. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചൈന അത്തരത്തിൽ രൂപീകരിക്കപ്പെടുവാൻ പോകുന്ന ഒരു രാജ്യമായി വളർന്നിരിക്കുന്നതാണ്. അപ്പോൾ ചൈനയുടെ സമീപനം വെറും എണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല, സാങ്കേതിക വികസനമാണ് അതിന്റെ ആധാരം എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ J-60 ആണെങ്കിലും F-15 പോലുള്ള മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഇലക്ട്രോണിക് യുദ്ധരംഗത്ത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള J-16Dയും അതുപോലെ തന്നെയുള്ള വിമാനങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുകയാണുള്ളത്. ആധുനിക വ്യോമ യുദ്ധത്തിന്റെ സ്വഭാവം ചൈന എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതിനുള്ള ഉദാഹരണമാണിത്. അപ്പോൾ ഇവിടെ അമേരിക്കൻ ഈ EA-18G ഗ്രൗളറിന് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന പ്ലാറ്റ്ഫോമുകൾ, ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതായത് ശത്രുവിന്റെ റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും നിഷ്ക്രിയമാക്കാനുള്ള ചൈനീസ് കഴിവ് എന്ന് പറയപ്പെടുന്ന ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുവാൻ ചൈനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഗ്രൗളറിന് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ചൈന ഉയർത്തിക്കാട്ടുന്നത്. അപ്പൊ ഇതിനു പുറമെയാണ് 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്കുള്ള ചൈനയുടെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. ഭാവിയിലെ വ്യോമ യുദ്ധത്തെ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദർശനത്തിന്റെ ഭാഗമാണിതെന്ന് വേണമെങ്കിൽ പറയാം. പാശ്ചാത്യ വിമർശകരും വിശകലരും ഒക്കെ എന്നും ഈ J-50യും ഒപ്പം തന്നെ J-36 എന്നൊക്കെ വിളിക്കുന്ന പരീക്ഷണ വിമാനങ്ങൾ ഉയർന്ന സ്റ്റെൽത്ത് സവിശേഷതകളും ദീർഘദൂര ആക്രമണശേഷിയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാകട്ടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇവ ഇപ്പോൾ വികസന ഘട്ടത്തിലായിരുന്നാലും ചൈനയുടെ ഉൽപാദന ശേഷിയും സമയക്രമവും കണക്കിലെടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വേഗത്തിൽ ഇവ പ്രവർത്തനക്ഷമമാകുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് ശക്തമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കെ യൂറോപ്യൻ ഇൻഡോ പസഫിക് മേഖലകളിൽ നിന്ന് അമേരിക്കൻ പിന്തിരിവാനുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ ട്രംപ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ സ്വാധീനം കൂടുതൽ വ്യാപിപ്പിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഈ ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈന തായ്വാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദീർഘകാല സൈനിക സജ്ജ അല്ലെങ്കിൽ സൈനിക വിന്യാസം ഇത് കൈവരിക്കുവാൻ ഒരു തുറന്ന നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ബെയ്ജിങ്ങിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉയർന്നു വന്നു എന്നതിന്റെ സൂചനയാണിത്. വേണമെങ്കിൽ നാളെ ഈ തൈവാനെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദീർഘകാല സൈനിക സജ്ജതയൊക്കെ വരുത്തി അല്ലെങ്കിൽ സൈനിക വിന്യാസമൊക്കെ നടത്തുന്ന ഷീ ജിൻപിങ്ങിന്റെ തന്ത്രം എന്തായിരിക്കും? നാളെ ഒരു കാലത്ത് ചിലപ്പോൾ തായ്വാനെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുവാനും അവർ മടിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ പാശ്ചാത്യ വിലയിരുത്തലുകൾ ഇപ്പോഴും ഒരു സമ്പൂർണ്ണ ഏറ്റുമുട്ടലിൽ US നേതൃത്വത്തിലുള്ള സഖ്യങ്ങൾ വിജയിച്ചേക്കാം എന്നുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും അത്തരം വിജയം എന്ന് പറയപ്പെടുന്നത് ഇനി സ്വാഭാവികമോ ഉറപ്പോ അല്ല എന്ന റിപ്പോർട്ട് തന്നെ സമ്മതിക്കുകയാണ്. കാരണം റഷ്യയുടെ യുദ്ധപരിചയവും ചൈനയുടെ അതിവേഗ സാങ്കേതിക പുരോഗതിയും ഒക്കെ ചേർന്നപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള പാശ്ചാത്യ ഒരു വ്യോമ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് റഷ്യയും ചൈനയും വ്യോമശക്തി വർദ്ധിപ്പിച്ചത് ആക്രമണാത്മക അജണ്ടയുടെ ഭാഗം എന്നതിലുപരി തങ്ങളുടെ സുരക്ഷയും സ്വാധീന മേഖലകളും സംരക്ഷിക്കുവാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് കാണേണ്ടത്. അമേരിക്കൻ ഏകപക്ഷീയത കുറയുന്ന ഒരു ലോകക്രമത്തിൽ ശക്തി സമത്വം നിലനിർത്താൻ അവർ സ്വീകരിച്ച നടപടികൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ബഹുധ്രുവ വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയാണ്. അപ്പോൾ ഈ മാറ്റം ഇനി ലോകം ഒരൊറ്റ ശക്തിയുടെ വ്യോമ മേധാവിത്വത്തിൽ മാത്രമല്ല പരസ്പരം തുല്യശേഷിയുള്ള ശക്തികളുടെ സാന്നിധ്യത്തിൽ മുന്നോട്ടു പോകുമെന്ന ഈ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുകയാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ അമേരിക്ക ഈ പറയുന്ന വലിയേട്ടൻ മനോഭാവം ഉപേക്ഷിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക വ്യോമ യുദ്ധത്തിന്റെ സ്വഭാവം എന്ന് പറയപ്പെടുന്ന ചൈനയും റഷ്യയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥയും ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ്. അതായത് വ്യാവസായികമായിട്ട് വരുന്ന, ആയുധപരമായിട്ട് വരുന്ന, നാവിക ശേഷിയിൽ വരുന്ന, വ്യോമശേഷിയിൽ വരുന്ന, സൈനിക ശേഷിയിൽ വരുന്ന ഓരോ രാജ്യവും അമേരിക്കയെ പോലൊരു രാജ്യത്തിന്റെ തിട്ടൂരത്തിന് മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റഷ്യയും ചൈനയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവരുടെ ടെക്നോളജിയും അവരുടെ യുദ്ധ പരിചയവും ഒക്കെ ഒന്നിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയെ പോലൊരു രാജ്യത്തെ തകർക്കുവാൻ മിനിറ്റുകൾ മാത്രം മതി എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപിനെ പോലൊരു നേതാവും അമേരിക്കയെ പോലൊരു രാജ്യവും വിറച്ചു പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയെ തകർക്കാൻ പുടിൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഒരു യുദ്ധം എന്നുള്ളത് റഷ്യ എപ്പോഴെങ്കിലും ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ട്രംപിന്റെ കാലഘട്ടത്തിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ട്രംപിനെ പോലൊരു ഭരണാധികാരി ഉള്ളതാണ്
ലോകത്ത് മുഴുവനും ഇങ്ങനെ ഒരു അരാജകത്വം വിളയാടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇറാനിലാണെങ്കിലും, ഇപ്പോൾ ഗ്രീൻലാൻഡിലാണെങ്കിലും, ഹമാസിലാണെങ്കിലും, ഇസ്രായേലിലാണെങ്കിലും, ലെബനിലാണെങ്കിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ, സിറിയയിലാണെങ്കിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഒരു യുദ്ധവും ഒരിക്കലും നല്ലതിനല്ല. അത്തരത്തിൽ ലോകത്തെ മുഴുവൻ യുദ്ധത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചടക്കാൻ കാണിക്കുന്ന ട്രംപിന്റെ ഈ വ്യഗ്രത എന്ന് പറയപ്പെടുന്നത് തകരേണ്ടതാണ്. ട്രംപിനെ അടക്കം തകർത്ത് തരിപ്പണമാക്കേണ്ടതാണ്.